ഇവിടെ കേന്ദ്രം തരാത്ത എന്ത് കാര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. വികസനം എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് BJPക്കുള്ള മറുപടി? ശരി അഭിലാഷേ, 10-15 പോയിന്റ്സ് ഉണ്ട്. രണ്ടുപേരുടെ വിമർശനത്തിന് മറുപടി പറയണം. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്ന്, ഇന്ന് VD സതീശൻ തൻ്റെ മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ച് ആവേശപൂർവ്വം പറഞ്ഞു. 10 വർഷത്തെ വികസനമാണ് കേട്ടോ. ഞാൻ VD സതീശനോട് സ്നേഹപൂർവ്വം പറയുന്നു, അതിനു മുമ്പത്തെ ഒരു 5 വർഷത്തെ വികസനവും ഈ 10 വർഷത്തെ വികസനവും താരതമ്യം ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം നടത്തണം. കിഫ്ബിക്കെതിരായിട്ട് ഏറ്റവും വലിയ സമരം നടത്തുമെന്ന് പറഞ്ഞാൽ, ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാൽ, വയനാട് തുരങ്കം അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ, പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ VD സതീശൻ തൻ്റെ മണ്ഡലത്തിൽ ഏത് പണം ഉപയോഗിച്ചിട്ടാണ് ഈ വികസന പ്രവർത്തനം നടത്തിയതെന്നും സൂചിപ്പിക്കണം. ഇനി അനൂപ് ഇവിടെ പറഞ്ഞത് ആരോഗ്യ മേഖലയിലെ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 10 വർഷം കൊണ്ട് 20,000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ നിക്ഷേപിച്ചത്. ഈ ആരോഗ്യ മേഖലയിൽ ഒരു വർഷം 12.5 കോടി OP ആണ്, ഔട്ട് പേഷ്യൻ്റ് വരുന്നുണ്ട്. 2,47,000 സർജറി നടക്കുന്നുണ്ട്. ഈ അവയവമാറ്റ ശസ്ത്രക്രിയ കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അതിന് സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക ക്യാൻസർ സെൻറ്റർ തുടങ്ങി. PH സെൻറ്ററിൽ ഫുൾ ടൈം ഡോക്ടേഴ്സായി. CH സെൻറ്റർ വളരെ മികച്ച രീതിയിലേക്ക് മാറി. ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജും മികച്ചതായി മാറി. ആ കൂട്ടത്തിൽ ചില അപഭ്രംശങ്ങളും അത് ചെയ്യുന്ന ഡോക്ടർമാർക്കോ സ്റ്റാഫിനോ ഉണ്ടാകാം. അതിൽപ്പെട്ടതാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കത്രിക. ആ കത്രിക കിടന്ന സ്ത്രീയെ കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിപ്പിച്ചു അല്ലേ? നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മകളെ കൊലയ്ക്ക് കൊടുത്ത് മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നവനെ സംരക്ഷിച്ച ഒരമ്മയെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പിണറായിക്കെതിരെ മത്സരിപ്പിക്കാൻ ധർമ്മടത്ത് വന്നായിരുന്നു. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ സ്ത്രീ ജയിലിലാണ് കിടക്കുന്നത്. നിങ്ങൾ ആരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായിക്കെതിരായിട്ട് കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ ഓർക്കും നല്ലതാണ്. ഇനി അങ്ങ് പറഞ്ഞ് PMC ഒപ്പിട്ടെന്ന്. ഈ കർണാടകത്തിൽ PMC ഒപ്പിട്ടോ സർ? തെലങ്കാനയിൽ PMC ഒപ്പിട്ടോ സർ? ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ സർക്കാർ, നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ അതിന് മറുപടി പറയില്ല. ഇന്ത്യ രാജ്യത്ത് ഒരു പ്രതിപക്ഷ സർക്കാർ ആദ്യമായി PMC ഒപ്പിടുന്നത് അശോക് ഗെഹ്ലോട്ട് എന്ന BJP കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് സർ. ഇവിടെ എന്താ PMC ഒപ്പിടാൻ വന്നത്? ഇവിടെ ശ്രീനിവാസ സാർ വളരെ ആവേശത്തോട് പറയുന്നത് കേട്ടു, കേന്ദ്ര സഹായമില്ലെങ്കിൽ ആർക്ക് വേണം സാർ നിങ്ങളുടെ സഹായം? ഇവിടുന്ന് പിരിച്ചുകൊണ്ട് വന്ന പണമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സഹായമല്ല ചോദിക്കുന്നത്. കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്തുകൊണ്ട് വന്ന പണം, ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന പണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 4,93,000 കോടി ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോയി. ഇത് കിട്ടാനുണ്ട് ഇങ്ങോട്ട്. അതിൽ 3 ലക്ഷം തന്നത്. നിങ്ങൾ സഹായം വേണ്ട സാർ ഞങ്ങൾക്ക്. നിങ്ങൾ വിഹിതം തന്നാൽ മതി. ഇവിടുത്തെ GSTയുടെ വിഹിതം തന്നാൽ മതി. ഇവിടുത്തെ ടാക്സിൻ്റെ വിഹിതം തന്നാൽ മതി. നിങ്ങൾ പറഞ്ഞത് PMC ഒപ്പിട്ടില്ലെങ്കിൽ SSKയുടെ ഫണ്ട് തരത്തില്ല. 1,700 കോടി കിട്ടാനുണ്ട്. ഇവിടുന്ന് പോകുന്ന പാർലമെൻറ്റ് മെമ്പർമാർ നിങ്ങൾക്കെതിരെ അവിടെ സമരം ചെയ്യത്തില്ല, കേരളത്തിലെ പ്രശ്നമായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായമല്ല നമുക്ക് വേണ്ടുന്ന വിഹിതമാണ്. ഇനി പിന്നെ സംഘപരിവാറിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് അനൂപ് പറഞ്ഞത്. അനൂപേ, സംഘപരിവാർ ഇന്ത്യ രാജ്യത്തെ മൈനോറിറ്റിയെ നശിപ്പിക്കാൻ കൊണ്ടുവന്നൊരു നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടല്ലോ, അവരാണോ ആദ്യം പ്രമേയം പാസ്സാക്കിയത് അതോ LDFൻ്റെ ഗവൺമെൻറ്റാണോ പ്രമേയം പാസ്സാക്കിയത്? പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കത്തില്ലെന്ന് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരെന്തുവാ? പ്രമേയം പാസ്സാക്കിയ മുഖ്യമന്ത്രിയുടെ പേരെന്താ? 9 കേന്ദ്ര നിയമങ്ങൾക്കെതിരായിട്ട് പ്രമേയം പാസ്സാക്കി ഇവിടെ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് BJPക്കെതിരായിട്ട്. ഇനി കേരളത്തിലെ സർക്കാരിനെ താഴെ ഇറക്കാൻ വരുമ്പോൾ ആ തടി പോരാ എന്ന് അമിത്ഷായുടെ പുറത്തു നോക്കി പറഞ്ഞ ആളിൻ്റെ പേര് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ വികസനം ചർച്ച ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ വികസനത്തിലേക്ക് വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ ഡീലിനെ കുറിച്ച് പറയാനാണ് വന്നത്. നിങ്ങളിൽ നിന്ന് എന്നിട്ട് അങ്ങ് പറഞ്ഞു അച്ഛൻ പിന്നെ CPM ആകുമ്പോൾ മകൻ BJP ആവുന്നു. ആ പേര് പറയാൻ അങ്ങ് മടിക്കുന്ന എന്തിനാ? അച്ഛൻ കോൺഗ്രസ് ആകുമ്പോൾ മകൻ BJP ആവുന്നതിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം. അനിൽ ആന്റണി എന്നാ. അച്ഛൻ്റെ പേര് AK ആന്റണി എന്നാ. ഇനി സഹോദരൻ കോൺഗ്രസ് ആകുമ്പോൾ സഹോദരി BJP ആവുന്ന പേര് അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. സഹോദരൻ്റെ പേര് K മുരളീധരൻ, സഹോദരിയുടെ പേര് പത്മജ. ഇനി സഹോദരൻ കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ വേറൊരു സഹോദരൻ BJP ആവുന്നതിൻ്റെ പേരറിയാൻ വയ്യെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആളുടെ പേര് ഷാജി ജോസഫ് എന്നാ, സണ്ണി ജോസഫിൻ്റെ. ഇനി അമ്മായിയപ്പൻ കോൺഗ്രസ് ആയിരിക്കുമ്പോൾ മരുമകൻ BJP ആവുന്നതിൻ്റെ അല്ലെങ്കിൽ BJP മുന്നണി ആവുന്നതിൻ്റെ പേരറിയാൻ വയ്യെങ്കിൽ അങ്ങ് പിന്നെ 2020 മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ മരുമകനെ അന്വേഷിച്ചാൽ മതി. ഇതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണോ അങ്ങ് CPMനെതിരായിട്ട് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഇനി അടുത്തത് പിന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതി ഇവിടെ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് അങ്ങയുടെ പാർട്ടി ഒരു സംഗമം സംഘടിപ്പിച്ചല്ലോ അവിടെ.
ചെങ്കോട്ട് കോണ സ്വാമിയെ കൊണ്ടുവന്ന് ആ സംഗമത്തിൽ പ്രസംഗിച്ചത് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ മറ്റൊരു രൂപമാണ്. പഴയ നിലയ്ക്കൽ പ്രശ്നം അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. നിലയ്ക്കൽ ക്രിസ്ത്യാനിയുടെ കുരിശ് കണ്ടെന്ന് പറഞ്ഞ് ശബരിമല പിടിച്ചടക്കാൻ ഒരുങ്ങിയത് അന്ന് മതേതര കേരളം ഒരുമിച്ച് അതിനെ നേരിട്ട്. അതുപോലെ ചെങ്കോട്ട് കോണ സ്വാമിയെ കൊണ്ട് അവിടെ പ്രസംഗിച്ചിട്ട് പറഞ്ഞു വാവരുമായിട്ട് ശബരിമലയ്ക്ക് ബന്ധമില്ല, ശബരിമല മതേതര ക്ഷേത്രമല്ല, അത് ഹൈന്ദവ ക്ഷേത്രമാണ്, അതൊന്നും കേരളത്തിൽ വില പോകത്തില്ല എന്നുള്ളത് അങ്ങ് ഓർക്കുന്നല്ലതാ. ഏത് തരത്തിലുള്ള പ്രചരണം നടത്തിയാലും അത് കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല. ഇനി ഇവിടുന്ന് വിദേശ പഠനം നടത്താൻ ആളുകൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് കണക്കനുസരിച്ച് തന്നെ, അല്ല അത് പറഞ്ഞോട്ടെ, 12ാമത് സ്ഥാനം കഴിഞ്ഞേ ഉള്ളൂ കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത്. നിങ്ങൾ ഭരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് ആള് പോയിട്ട് അതിന് ശേഷമുള്ള ആനുപാതികമായിട്ട് ഞാൻ പറയും, എണ്ണമല്ല പറയുന്നത്, ആനുപാതികമായിട്ട് കേരളത്തിൽ നിന്ന് പോകുന്നത്. സാർവദേശീയമായ പ്രതിഭാസത്തിന്റെ ഭാഗമായി കുട്ടികൾ കേരളത്തിൽ നിന്ന് പോകുന്നത്. നിങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ, നിങ്ങൾ ഭരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ 100 കുട്ടികൾ 1ാം ക്ലാസ് ചേർന്നാൽ 65 കുട്ടികളെ 12ാം ക്ലാസ്സിൽ എത്തും. കേരളത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 100 കുട്ടികളും 12ാം ക്ലാസ്സിലെത്തും. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉറപ്പാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായി കൊടുത്തു. 8ാം ക്ലാസ് വരെ പാഠപുസ്തകം സൗജന്യമാക്കി കൊടുക്കുന്ന ഒരു BJPയുടെ സ്റ്റേറ്റിന്റെ പേര് പറയാമോ? 50,000 ഹൈടെക് ക്ലാസ് റൂം ഉണ്ടാക്കിയ ഒരു BJPയുടെ സ്റ്റേറ്റ് പറയാമോ? ഇത്രയും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കണക്കൂടെ പറയാം. ഇന്ത്യ രാജ്യത്ത് ഭരണഘടന അനുശാസിക്കുന്നതും ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞതും 5% വിദ്യാഭ്യാസത്തിന് മാറ്റി വെക്കണമെന്ന്. നിങ്ങൾ ഇതുവരെ 2% കൂടുതൽ വിദ്യാഭ്യാസത്തിന് മാറ്റി വെച്ചിട്ടില്ല ഇന്ത്യ രാജ്യത്ത്. ഇനി കടത്തിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു, 6 ലക്ഷം കോടി. കേരളത്തിന്റെ കടം 4 ലക്ഷം കോടി അതിരിക്കട്ടെ, കേന്ദ്ര സർക്കാരിന്റെ കടം അങ്ങേക്കെന്ന് പറയാമോ? 250 ലക്ഷം കോടിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള കേന്ദ്രം അല്ലെങ്കിൽ രാജ്യം ഇന്ത്യയാണ്. അത് അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനാണ് ലോകത്തെ ഏറ്റവും വലിയ കടം. അതുകൊണ്ട് കേരളത്തിനല്ല. കേരള കടത്തിന്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 12-13 സംസ്ഥാനങ്ങളെക്കാൾ പിറകിലാണ് കേരളം കടത്തിന്റെ കാര്യത്തിൽ. ഇനി കൂടംകുളത്തെ വൈദ്യുതി കൊണ്ടുവന്ന് പറയുന്നു, അങ്ങയുടെ പാർട്ടിക്കാരാണ് ഇടമൺ കൊച്ചി പവർ ലൈൻ കൊണ്ടുവരാതിരിക്കാൻ സമരം നടത്തിയത്. BJPയും കോൺഗ്രസ് കൂടി ചേർന്നിട്ടാണ്. BJPയും കോൺഗ്രസും കൂടി ചേർന്നിട്ടാണ് ഇടമൺ കൊച്ചി പവർ ലൈൻ കൊണ്ടുവരാൻ സമ്മതിക്കാതിരുന്നത്. അത് നടപ്പിലാക്കിയെടുത്തതാണ് പിണറായി വിജയൻ. ഇനി അങ്ങയുടെ പഴയ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കെ സുരേന്ദ്രൻ ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയാൽ, NH47 നടപ്പിലാക്കിയാൽ, അല്ലെങ്കിൽ 66 നടപ്പിലാക്കിയാൽ നിങ്ങളെ ഞാൻ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞത് അങ്ങയുടെ പാർട്ടിയുടെ പഴയ പ്രസിഡന്റാ. അതിവിടെ നടപ്പിലാക്കിയിട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കെ സുരേന്ദ്രൻ നടപ്പിലാക്കിയാൽ അങ്ങയെ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞ ആ പദ്ധതി നടപ്പിലാക്കിയിട്ടാണ് പിണറായി വിജയൻ 11ാമത്തെ വർഷത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. വിപുലമായി ഓരോ വിഷയത്തിലും താങ്കൾ മറുപടി പറഞ്ഞു ശ്രീ ഗോപൻ. അപ്പോ ശരി.